എല്ലാവർക്കും സുഖമല്ലേ? ഇത് രക്ഷാബന്ധൻ്റെ തലേദിവസം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പം ഞാനും എൻ്റെ നെയ്ബറായിട്ടുള്ള ആൻറ്റിയും പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഏറ്റവും താഴെയുള്ള ഫ്ലോറിലുള്ള ആൻറ്റി ചോദിച്ചു ഒന്ന് അകത്തേക്ക് വരുമോ, എന്താ കാര്യം എന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഞങ്ങൾ ശരിക്കും സർപ്രൈസ്ഡായി. കാരണം നല്ല ഭംഗിയുണ്ട്. വീഡിയോയിൽ എത്രത്തോളം വരുമെന്ന് അറിയില്ലായിരുന്നു, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ മനസ്സിന് നമുക്കൊരു വിചാരിക്കാതെ പെട്ടെന്ന് കണ്ടപ്പം നല്ലൊരു സന്തോഷം തോന്നി. അപ്പോൾ ആൻറ്റി ഞങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റും ഈ പട്ട് അതേപോലെ തന്നെ കയ്യിൽ ഇങ്ങനെ കെട്ടി അതേപോലെ ഒബർട്ടു എന്ന് പറഞ്ഞ സംഭവം കഴിക്കാൻ തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിറങ്ങി ഞങ്ങൾ നേരെ മെഹന്തി ഇടാൻ വേണ്ടി പോയി. മെഹന്തി ഇടാൻ വേണ്ടി ഞങ്ങൾ തൊട്ടടുത്തുള്ള നമ്മളടുത്ത് കുറേ സ്ഥലത്ത് ഇങ്ങനെ ആൾക്കാർ മെഹന്തി ഇടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ റേറ്റ് ചോദിച്ച് ഡിസൈൻസൊക്കെ നോക്കി പോയി. അപ്പോൾ ഫസ്റ്റ് സ്ഥലത്ത് നോക്കിയപ്പം 600 റുപ്പീസ് എന്നാണ് പറഞ്ഞത് ഒരു കൈക്ക്. അപ്പം മുന്നിലേക്ക് നോക്കാമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത ആൾ പറഞ്ഞു 400 റുപ്പീസ്. അതിൻ്റെ നെക്സ്റ്റ് ആൾ പറഞ്ഞു 350 റുപ്പീസ്. അങ്ങനെ ഏറ്റവും ലാസ്റ്റത്തെ അത്യാവശ്യം നന്നായിട്ട് അതിന് മുന്നേ ഒരു കുട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇദ്ദേഹം 150 റുപ്പീസിനാണ് സ്റ്റാർട്ടിങ് ഇടുന്നതാണ്. ഓക്കെ, എന്നാൽ ഒരു കൈക്ക് 150 റുപ്പീസിന് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ നല്ല ഭംഗിയിൽ അതും നല്ല സ്പീഡിലാട്ടോ ആൾ ചെയ്യുന്നുണ്ടായിരുന്ന. ഒരു 150 റുപ്പീസാണ് എനിക്ക് ചാർജ് ചെയ്തത്. ഞാൻ മൊത്തം ടൈം നോക്കിയപ്പം 3 മിനിറ്റ്സ് ആയിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ കുറേ നേരം ഇരിക്കണം ഇതിന് വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ അത് ഉണങ്ങാൻ കുറേ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് എനിക്കൊരു മടിയായിരുന്നു. പിന്നെ ഹസ്ബൻഡും അതേപോലെ ആൻറ്റിയും നിർബന്ധിച്ചതുകൊണ്ട് ഞാനിട്ട്. അപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അത് എനിക്ക് നല്ല രസമായിട്ട് തോന്നി. അപ്പം എൻ്റെ കല്യാണ സമയത്ത് ഒക്കെ 2500 റുപ്പീസ് ആയിരുന്നു അന്ന് ചാർജ് ചെയ്തത്. അന്ന് ഫുൾ കയ്യിലും 2 കൈ ഫുള്ളും ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ. അപ്പം ഇവിടെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറേ കസ്റ്റമേഴ്സിന് അവർക്ക് കിട്ടും. അതുകൊണ്ടാണ് അവർ ഇത്ര ചീപ്പായിട്ട് ഇടുന്നത്. നമ്മളെ നാട്ടിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല പൈസ ചാർജ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് കല്യാണങ്ങൾക്കൊക്കെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ, എൻ്റെ റിലേറ്റീവ്സും എല്ലാവരും ഇട്ട് വരുന്നത്. ഫങ്ഷൻസ് ഇവിടെ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് അവർ തീജ് അതേപോലെ രക്ഷാബന്ധൻ അങ്ങനെ എല്ലാ ഫങ്ഷൻസിനും ഇവിടെ ഇടുന്നത് കാണാം. അതേപോലെ ഇപ്പം നാംകരൻ, ബർത്ത്ഡേ ഫങ്ഷൻ, വളകാപ്പ് ഫങ്ഷനൊക്കെ കൂടി വരികയാണല്ലോ. വളകാപ്പൊക്കെ ഇപ്പോൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇവർക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറഞ്ഞത് കല്യാണ ഫങ്ഷനൊക്കെ പോവാറുണ്ട്, അവിടെ 100 സ്റ്റാർട്ടിങ് എന്നുള്ളത്. അപ്പം കല്യാണ പെണ്ണിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്യാണ പെണ്ണിൻ്റെ കൂടെ എല്ലാ ആൾക്കാരെ ഫാമിലിയിലുള്ള മൊത്തം ആൾക്കാരുണ്ടാവുമല്ലോ, ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ 100 കല്യാണ വീട്ടിലൊക്കെ സ്റ്റാർട്ടിങ് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ചോദിച്ചു അദ്ദേഹം UP നിന്നാണ്, ഞാൻ എവിടെ നിന്നാന്ന് ചോദിച്ചു. ഞാൻ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞു. ആൻറ്റി എവിടത്തെയാണ് ചോദിച്ചു. ആൻറ്റി രാജസ്ഥാൻ ആണെന്ന് പറഞ്ഞു. നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. മൊത്തം ഒരു 5 മിനിറ്റ് കൊണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇത് കൈ ഫുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മിനിറ്റ്സ് ആണ് എടുത്തത്. അതേപോലെ തന്നെ കൈയിൻ്റെ പുറകുവശം ചെയ്തിട്ടുണ്ട്, അതൊരു 1 മിനിറ്റ് ആണ് എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് നല്ല സ്പീഡും ഉണ്ടായിരുന്നു, എനിക്കധികം ബോറടിച്ചില്ല. അല്ലെങ്കിലും കൂടെ ആൻറ്റി ഉള്ളതുകൊണ്ട് ബോറടിക്കില്ല, കാരണം ആൻറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഈ മെഹന്തി ഇട്ട ആൾ വളരെ നല്ല സ്വഭാവമുള്ള ഒരാളായിരുന്നു കേട്ടോ. അതായത് ഉള്ളിലുള്ള സ്വഭാവമൊന്നും എനിക്കറിയില്ല, പക്ഷേ പുറമേ നല്ലൊരു പെരുമാറ്റമുള്ള ആളായിരുന്നു. അതായത് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ നന്നായിട്ട് അറിയാം. പക്ഷേ നമുക്ക് ചിലപ്പോൾ ഒരാളെ കണ്ടാലും അറിയില്ല. ചില ആൾക്കാർ ഭയങ്കര സോഫ്റ്റായിട്ട് നിൽക്കാറുണ്ട്, പക്ഷേ അവർ ഉള്ളിൽ ഭയങ്കര കണ്ണിങ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ കുട്ടി അങ്ങനെയൊന്നല്ല കേട്ടോ, ഒരു പാവം. വേണമെങ്കിൽ ഇട്ടാൽ മതി, നിങ്ങൾക്ക് ഈ പ്രൈസിന് ഇടാൻ പറ്റുകയാണെങ്കിൽ ഇടാം, അവനതിന് വേണ്ടി ബാർഗെയിൻ ചെയ്യുക അങ്ങനെയൊന്നുമില്ല. അവൻ്റെ ലാസ്റ്റ്, കാരണം അവനാണ് ഏറ്റവും കുറേ ആൾക്കാർ മുന്നിൽ ഇതിൽ ഏറ്റവും കുറവ് ചെയ്യുന്നതും ഈ കുട്ടിയാണ്. അത് പാവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അത്ര കണ്ണിങ്നെസ് ഒന്നുമില്ലാത്ത ഒരാൾ, നല്ലൊരു ആറ്റിറ്റ്യൂഡായിരുന്നു.
അത് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അധികം എന്താ പറയുക ഓവറായിട്ട് സംസാരിക്കുകയും ആവശ്യത്തിന് മാത്രം. എവിടെയാണ് നമ്മളെ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു. എവിടുന്ന്, ഞാൻ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞു. ആൻറ്റി രാജസ്ഥാൻ എന്നാണ് പറഞ്ഞു. അതേപോലെ കുട്ടി യു പി നിന്നാണ്. യു പിയിൽ എവിടെയോ ഒരു സ്ഥലം പറഞ്ഞു. കാരണം സ്ഥലം എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ എനിക്കതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കിട്ടുന്നില്ല. അപ്പം അങ്ങനെ അങ്ങനെ കുറച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സംസാരിച്ചു. എനിക്കൊന്ന് ഇനിയും ഇവിടുന്ന് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഇയാളുടെ അടുത്ത് തന്നെ ആയിരിക്കും പോവുക. കാരണം നമുക്ക് ആ ഒരു പ്ലീസിങ്, നമ്മളൊരു കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന രീതി എനിക്കിഷ്ടമായി. അപ്പം നല്ലൊരു കുട്ടി. അങ്ങനെ നല്ല ഭംഗിയിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പേയ്മെൻറ്റ് ചെയ്തു. പേയ്മെൻറ്റ് ചെയ്യാൻ ഞാൻ ഗൂഗിൾ പേ ചെയ്യുമ്പോഴത്തേക്കും ആൻറ്റി എന്ത് ചെയ്തു, ആൻറ്റീൻ്റെ പേഴ്സണൽ നോട്ട് എടുത്ത് കൊടുത്തു. ഇത് ആൻറ്റീൻ്റെ വക എനിക്കുള്ള രക്ഷാബന്ധൻ ഗിഫ്റ്റാണെന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല. ഞാൻ കുറേ നിർബന്ധിച്ചെങ്കിലും ആൻറ്റി അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തു. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ എണീറ്റപ്പം നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ 2 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. 2 മണിക്കൂർ വെച്ചെങ്കിലും അത്യാവശ്യം നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വെക്കുകയായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഡാർക്കായിരുന്നു. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ടുള്ള രക്ഷാബന്ധനുള്ള താലിയൊക്കെ ആൻറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് രക്ഷാബന്ധൻ ഇതിൽ കാണാം. ഇത് എല്ലാം ഞാൻ കെട്ടുന്നല്ല, ഇത് അവരുടെ റിലേറ്റീവ്സ് കുറേ പേര് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഞാൻ കെട്ടും. അത് അങ്ങനെയാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതെല്ലാം ഈ പഞ്ചഭൂതങ്ങളെ സാക്ഷി നിർത്തിയിട്ടാണ് നമ്മൾ ഇവർക്ക് രാഖി കെട്ടിക്കൊടുക്കേണ്ടത് കേട്ടോ. അഗ്നി, വായു, വെള്ളം എല്ലാം സാക്ഷിയാകണം എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നെ ആൻറ്റീൻ്റെ നാട്ടിൽ നിന്ന്, ആൻറ്റീൻ്റെ ഹസ്ബൻഡ് മരിച്ചതാണ്. അപ്പോൾ അവിടെ നിന്ന് ആരൊക്കെയോ ആൻറ്റീൻ്റെ അങ്കിളിന് രാഖി സെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ആൻറ്റി എന്നെ കൊണ്ട് വെപ്പിച്ചു. പിന്നെ നമ്മൾ ആരതി ഒഴിയണം. ആരതി ഒഴിഞ്ഞ് ഈ തേങ്ങ ഇവരുടെ കയ്യിൽ കൊടുക്കും, അതിലുണ്ടായിരുന്ന തേങ്ങ. അതിനുശേഷം അത് തിരിച്ച് വാങ്ങി ഇവർക്ക് ടീക്ക കുറിയൊക്കെ തൊട്ട് കൊടുത്തതിന് ശേഷം തേങ്ങ തിരിച്ച് താലിയിൽ വെച്ചതിന് ശേഷമാണ് ഇവർക്ക് രാഖി കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ രണ്ടുപേരും എൻ്റെ ബ്രദേഴ്സ് എല്ലാവരും നാട്ടിലാണുള്ളത്. അപ്പോൾ എനിക്ക് ഇവിടെ അടുത്തുള്ളത് ഇവരൊക്കെ തന്നെയാണ് ഉള്ളത്. രണ്ടുപേരും എൻ്റെ നെയ്ബറാണ്. ഇതിൽ ഫസ്റ്റ് വൈറ്റ് ഷർട്ട് ഇട്ടിട്ടുള്ളത് ആൻറ്റീൻ്റെ മകനാണ് കുനാൽ. കുനാലിൻ്റെയും ഫ്രണ്ടാണ് ആൻറ്റീൻ്റെത്. ഇവരൊക്കെ എൻ്റെ നെയ്ബേഴ്സ് തന്നെയാണ് ഒരേ ഫ്ലാറ്റിൽ. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് എൻ്റെ ഓരിയോ മോനും. അവന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവനായിട്ടുള്ള എൻ്റെ 2ാമത്തെ രാഖിയാട്ടോ അത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കയ്യിലാണ് കെട്ടിക്കൊടുത്തത്. ഇപ്പം കൈ കെട്ടിക്കൊടുത്താൽ അവനെ പെട്ടെന്ന് അത് ഊരും. അതുകൊണ്ട് അവൻ്റെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു. അങ്ങനെ അവനും ഹാപ്പിയായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതെല്ലാം ആൻറ്റീൻ്റെ വീട്ടിലാണ് കേട്ടോ. നമ്മൾ മുകളിലത്തെ ഫ്ലോറിലാണ്, ആൻറ്റി ഫസ്റ്റ് ഫ്ലോറിലാണ്. അങ്ങനെ രണ്ടുപേരും എനിക്ക് ഗിഫ്റ്റൊക്കെ തന്ന്, അതായത് നമ്മൾ രാഖി കെട്ടുകയാണെങ്കിൽ പെങ്ങൾക്ക് അവർ ഗിഫ്റ്റ് എന്തെങ്കിലും തരും എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്കിതൊക്കെ തന്നെയാണ് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. ചോക്ലേറ്റ്സും പിന്നെ സ്പ്രേ ബോട്ടിൽ, പിന്നെ പൈസ ഒരു 200 rupees പൈസയായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ മറ്റേ കുട്ടിയില്ല, അവൻ്റെ വക വേറെ ഒരു സ്നാക്സിൻ്റെ ഒരു ബോക്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. നല്ല രസമാണ്. കാരണം നമ്മൾ തമ്മിലുള്ള ഒരു ബോണ്ട്, നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ഫീല് വരും. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ പാരൻസിനെയും ആരെയും കാണുന്നില്ല, റിലേറ്റീവ്സ് ഒന്നും അടുത്തില്ല. അപ്പം ഇവരൊക്കെ തന്നെയാണ് നമുക്ക് കൂടെ ഉള്ളതും. നമ്മളെ റിലേറ്റീവ്സായിട്ട് സ്വന്തം പോലെ എല്ലാ ആൾക്കാർ തന്നെയാണ്. എല്ലാവരും സ്നേഹത്തോടെ നിൽക്കാനൊക്കെ സാധിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാം അൺബോക്സ് ഒക്കെ ചെയ്ത് പിന്നെ അതിന് ശേഷം നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യാം. ആൻറ്റീൻ്റെ അവിടെ നിന്ന് തന്നെയാട്ടോ ഫുഡ് ഉണ്ടാക്കിയത്. ആൻറ്റിക്ക് ഒരു മകനല്ലേത്. അപ്പോൾ ആൻറ്റി പറയുമായിരുന്നു, ആൻറ്റിക്ക് മകളും മരുമകനും വീട്ടിൽ വന്ന പോലത്തെ ഒരു സന്തോഷമാണ് ആൻറ്റിക്ക് ഉണ്ടായത് എന്നുള്ളത്. അങ്ങനെ എല്ലാവർക്കും എന്തൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ ചോദിച്ചിട്ടായിട്ടോ ഇന്നത്തെ ലഞ്ചിൻ്റെ മെനു ആൻറ്റി പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഞാൻ കൂടെ നിന്ന് സഹായിച്ചെന്നുള്ളൂ. ബാക്കിയെല്ലാം ആൻറ്റിയാണ്. ആൻറ്റി പെട്ടെന്ന് എല്ലാം റെഡിയാക്കും. അതേപോലെ അടിപൊളി ചപ്പാത്തിയാണ് ആൻറ്റി ഉണ്ടാക്കാറുള്ളത്.
നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാറുള്ളത്, കണ്ടില്ലേ പുൽക്ക ചപ്പാത്തി. അങ്ങനെ നമ്മൾ ഒരു 2 hours കൊണ്ട് പെട്ടെന്ന് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തു. പുതിന റൈസ്, പിന്നെ എല്ലാ സബ്സി, മിക്സഡ് സബ്സി, പിന്നെ അതേപോലെ നംകീൻ, ഒരു സ്വീറ്റ്, അതേപോലെ തന്നെ ചപ്പാത്തി, സാലഡ്, പുതിന റൈസ്, ഇതൊക്കെയായിരുന്നു ഒരു സിമ്പിൾ ലഞ്ച് നമ്മൾ പ്രിപ്പയർ ചെയ്തു. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു കഴിച്ചു. സന്തോഷത്തോടെ അന്നത്തെ ഒരു ദിവസം പിരിഞ്ഞു. ഉള്ള സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും സന്തോഷത്തോടെ ഇരുന്നും മനസ്സിലൊരു ഈഗോയും ഒന്നുമില്ലാതെ നമ്മൾ മനസ്സിനെ നമ്മളെപ്പോഴും ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കാം. എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുമ്പോഴേ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല ചിന്തകളോടെ മുന്നിലേക്ക് വരാൻ നമുക്ക് സാധിക്കണം. നമ്മളുടെ പോസിറ്റീവ് മറ്റുള്ളവർക്കും നൽകാൻ നമുക്ക് സാധിക്കണം. നമ്മളെ മനസ്സെപ്പോഴും ശുദ്ധമാക്കിക്കൊണ്ടേയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.